കർത്താവിൻ്റെ വിലയേറിയ നാമത്വം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമരക്ഷയുടെ ഉപദേശം എന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നിത്യജീവമൊഴികൾ എന്ന പ്രസംഗ പരമ്പരയിൽ കടന്നു വരുവാനും അല്പസമയം നിങ്ങളോടൊപ്പം ദൈവദിനം ഷെയർ ചെയ്യുവാനും സ്വർഗസ്വനായ ദൈവം ജീവിതത്തിലിടയാക്കി തോർത്ത് ദൈവത്തിന് 16 കോടി സ്തോത്രം. ഗ്രൂപ്പിൻ്റെ അൻപന്മാർക്കും അതുപോലെ ഗ്രൂപ്പിൽ ശ്രവിക്കുന്ന എല്ലാ സൗരസന്മാരും കുഞ്ഞുങ്ങൾക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് ചില മണിക്കൂറുകൾ കഴിയുമ്പോൾ 2023 നമ്മളെ വിട്ട് പിരിയും, മാറിപ്പോകും. എല്ലാവർക്കും പുതുവർഷം വരുമ്പോൾ വലിയ ആഹ്ലാദവും സന്തോഷവും ഒരുക്കങ്ങളും ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞ് എല്ലാവരും സന്തോഷിക്കുന്നൊരു സമയമാണ്. ഈ 2023 ജനുവരി 1 ഒരു ഹാപ്പി ന്യൂ ഇയർ ആയിരുന്നു. എന്നാൽ ഇപ്പോൾ അത് ഓൾഡ് ഇയറായിട്ട് പുറന്തള്ളപ്പെടുവാൻ പോകുന്നു. 2023 സംഭവ ബഹുലമായ ഒരു വർഷമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ലോകത്തെങ്ങും ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ, യുദ്ധങ്ങൾ, പകർച്ചവ്യാധികൾ, പട്ടിണി മരണങ്ങൾ, കൂട്ടക്കൊലകൾ, അതുപോലെ തന്നെ നാച്ചുറൽ കലാമിറ്റീസ് ആയിരിക്കുന്ന എർത്ത്ക്വേക്സ്, ലാൻഡ് സ്ലൈഡിങ്, ഫ്ലഡ്, കറപ്ഷൻ, കൊലപാതകങ്ങൾ, റേപ്പുകൾ, അപകടങ്ങൾ, അങ്ങനെ വിവിധ തരത്തിലുള്ളതായ സംഭവ ബഹുലമായിരിക്കുന്ന ഒരു വർഷമാണ് നമ്മളെ വിട്ടുപിരിയുവാൻ പോകുന്നത്. എന്നാൽ ഈ സംഭവിച്ചതിനേക്കാളും കൂടുതലായിട്ട് ഇനിയും വരുന്ന വർഷങ്ങൾ വരുവാൻ പോകുന്നു എന്നുള്ള കാര്യം ദൈവവചനത്തിൽ കൂടെ ഞാൻ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ നമ്മൾ ലോകത്തിൽ കാണുന്നു, ആകാശത്തിൽ കാണുന്നു. സംഭവങ്ങൾ വിളിച്ചറിയിക്കുന്നതെല്ലാം യേശുക്രിസ്തുവിൻ്റെ വരവിനെ കുറിച്ചുള്ളതാണ്. പ്രവചനത്തിൽ വന്നിരിക്കുന്ന കാര്യങ്ങൾ എല്ലാം മാത്തമാറ്റിക്കൽ അക്യുറസിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ബൈബിൾ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകുവാൻ സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ പ്രത്യാശ യേശു ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കണം എന്നുള്ളതാണല്ലോ. ഈ 2023 ആദ്യം കണ്ട അനേകർ ഈ അവസാനം ഡിസംബറിൽ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയി. പ്രത്യേക ഇന്ത്യയെ പിടിച്ചു കുലുക്കിയതായിരിക്കുന്ന മണിപ്പൂർ സംഭവത്തിൽ അനേക കൊലപാതകങ്ങൾ നടന്നതായി നമുക്കറിയാം. പത്ര റിപ്പോർട്ടുകളിലും മീഡിയ റിപ്പോർട്ടുകളിലും വരുന്നതിനേക്കാളും അധികമായിട്ട് റിയലായിട്ട് സംഭവിച്ചത് അനേകായിരങ്ങൾ കൂട്ടക്കൊലയ്ക്ക് വിധേയരായി എന്നുള്ളതാണ്. ഒക്ടോബർ 7 തുടങ്ങിയ ഇസ്രയേൽ ഹമാസുമായിട്ടുള്ള ആ യുദ്ധത്തിൽ റെക്കോർഡ് പ്രകാരം 16,000-17,000 പേര് മൃത്യു വരിച്ചു എന്ന് പറയുമ്പോൾ തന്നെയും ആ ഹമാസ് ഉള്ള ആ അവിടെയുള്ള ബിൽഡിങ്ങുകളൊക്കെ വീണ് കഴിഞ്ഞപ്പോൾ എത്രയോ ബോഡികൾ ആ ഡെബ്രീസിൻ്റെ അടിയിൽ ആയിത്തീർന്നിരിക്കും. അതിൻ്റെ കണക്കുകളൊന്നും അറിയില്ല. എക്സാക്റ്റ് എത്രയാണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ ഒരുപക്ഷെ ലക്ഷങ്ങളോളം ആൾക്കാർ ലോകത്തുനിന്ന് മാറ്റപ്പെട്ട് കാണുമായിരിക്കും എന്ന് വിചാരിക്കാം. അത്രമാത്രം ആർക്കും ഈ യുദ്ധമേഖലയിൽ പോയി ഗാസയിൽ ഒരു എസ്റ്റിമേറ്റ് എടുക്കാനോ പൂർണ്ണവിവരം എടുക്കാനോ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് ദൈവം നമ്മെ ഇത്രത്തോളം കാത്തു പരിപാലിച്ചു. ഇന്ത്യയുടെ കേരളത്തിലായിരിക്കുന്ന നമ്മൾ യുദ്ധങ്ങളും മറ്റുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ളതായിട്ടുള്ള അതെങ്ങനെ നമ്മളെ ബാധിക്കുന്നു എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഇന്ത്യയുടെ ഏറ്റവും തെക്കൻ തലസ്ഥാനമായ കേരളത്തിലായതുകൊണ്ട് അറിയുന്നില്ല. എങ്കിൽ തീർച്ചയായിട്ടും സംഭവങ്ങൾ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഭയാനകരമാണ്, ഞെട്ടിക്കുന്നതാണ്. അനേകരെ എന്നേക്കുമായ ദുഃഖത്തിലേക്ക് ആഴ്ത്തുന്നതും അനേകർ ഹൃദയ ആഘാതം മൂലം മരിച്ചു പോയിട്ടുള്ള ഒരു വർഷമാണിത്. എൻ്റെ കൂട്ടാളി കഴിഞ്ഞ ഡിസംബറിൽ ഉണ്ടായിരുന്ന എൻ്റെ കൂട്ടാളി ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു പോയി. ഈ വർഷത്തിൻ്റെ ഈ അവസാനം കാണാതെ വണ്ണം അവൾ ലോകത്തോട് യാത്ര പറഞ്ഞു. തീർച്ചയായിട്ടും ഒരു കാര്യം എനിക്കറിയാം,
മുമ്പേ മുമ്പേ പോയിടുന്നവർ ഭാഗ്യവാന്മാരാകുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിലെ ദുഃഖങ്ങളിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും അകന്ന് ആ നിത്യതയിൽ യേശുക്രിസ്തുവിൻ്റെ രാജ്യത്ത് പോകണമെന്ന് പ്രിയം വച്ചിരിക്കുന്നവർക്ക് എത്രയും വേഗം ഈ ഭൂലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നവരാണ്. എന്നെ കേൾക്കുന്ന മാന്യശ്രോതാക്കളെ, സഹോദരി സഹോദരന്മാരെ, നമുക്ക് തരുന്ന ജീവൻ, നമ്മുടെ ജീവിതം 70, 80 അല്ലെങ്കിൽ അതിനുശേഷം കഷ്ടതകളും പ്രയാസങ്ങളുമാണെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ദൈവം തരുന്ന ദിനങ്ങൾ ദൈവത്തെ അറിഞ്ഞുകൊണ്ട് നിത്യരാജ്യത്തിന് വേണ്ടി നമ്മൾ കരുതണം, നമ്മൾ അറിയണം എന്നുകൂടെ ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിലെ നമ്മുടെ ജീവൻ നമ്മുടെ ശരീരത്തിൽ വിട്ടാൽ പിന്നെ വേറെ ഒരു ഡിഫറൻറ്റ് റെലത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതൊന്നുകിൽ യാതനാസ്ഥലം, അല്ല എങ്കിൽ യേശുക്രിസ്തുവിൻ്റെ കൂടെ മരിച്ച് യേശുക്രിസ്തുവിൻ്റെ നമ്മൾ ക്രിസ്തുവിനോട് മറിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അനേകർക്ക് കുട്ടികൾക്ക് മാതാപിതാക്കന്മാർ കുട്ടികൾ, ഭാര്യമാർക്ക് ഭർത്താക്കന്മാർക്ക് ഭാര്യമാർ നഷ്ടപ്പെട്ട ഒരു വർഷമാകുന്നു. എന്നാൽ തീർച്ചയായിട്ടും പാട്ടുകാരൻ പറയുന്ന പോലെ ഇത്രത്തോളം യഹോവ നമ്മെ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി എന്ന് നമുക്ക് പറയുവാൻ സാധിക്കുമല്ലോ. ഇസ്രായേലിന് ദൈവം മാസങ്ങളും അതുപോലെ ആണ്ടുകളും അവരുടെ ആഘോഷത്തിന് വേണ്ടിയും അവരുടെ പെരുന്നാളുകൾക്ക് വേണ്ടിയും കൊടുത്തിരുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ആണ്ടുകളോ സെലിബ്രേഷൻസോ ഒന്നും നമുക്ക് പുതിയ നിയമത്തിൽ കാണുന്നില്ല. ഏതു സമയവും നമ്മുടെ പ്രാണപ്രിയൻ്റെ വരവ് അടുത്തിരിക്കാൻ നമ്മൾ ജാഗരൂഢരായി അവൻ്റെ കാഹളനാദത്തിങ്കൽ എടുക്കപ്പെടുവാൻ നമ്മൾ പ്രാപ്തരായിരിക്കുന്നോ, നമ്മളതിന് റെഡിയായിരിക്കുന്നുവോ എന്ന് ചിന്തിച്ച്, ഒരു ജീവിതം മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ, ആ ജീവിതത്തിന് ശേഷമുള്ള ജീവിതം ഒന്നെങ്കിൽ നിത്യജീവൻ, അല്ലെങ്കിൽ നിത്യമരണം, അല്ലെങ്കിൽ നിത്യക്ലേശം, അല്ലെങ്കിൽ നിത്യയാതനയായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നെ കേൾക്കുന്ന മാന്യശ്രോതാക്കളെ, സൗരസരന്മാരെ, ഈ കഴിഞ്ഞ ദിവസം വരെ നമ്മുടെ കർത്താവ് നമുക്ക് നല്ലവനായിരുന്നല്ലോ. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നമുക്ക് കൂടിയിരുന്നല്ലോ. ഈ ഗ്രൂപ്പിൽ കൂടെ 4 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ ദൈവം കേൾക്കുണ്ടായി. അത് മുഖാന്തരമായി അവരുടെ രക്തം ഞങ്ങളോട് കർത്താവ് ചോദിക്കുകയില്ല. ബൈബിളിൽ പറയുന്നു, ദുഷ്ടൻ്റെ പ്രവൃത്തി അറിയിച്ചതിന് ശേഷം അവനതനുസരിച്ചില്ല എങ്കിൽ അവൻ്റെ രക്തം ഞങ്ങളോട് ചോദിക്കില്ല. അതുകൊണ്ട് തീർച്ചയായും ഞങ്ങൾ ഈ സുവിശേഷം അറിയിക്കുമ്പോൾ ഈ ഗ്രൂപ്പിൽ കേൾക്കുന്ന എല്ലാവരോടും കേട്ടുകഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നശിച്ചു പോയാൽ അതിൻ്റെ രക്തം ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് ചോദിക്കില്ല. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ സത്യമായ ഉപദേശം നിങ്ങളോട് അറിയിച്ചു കഴിഞ്ഞു. ഈ ഗ്രൂപ്പിൽ പെർമനൻ്റായി നിൽക്കുന്നവർ അനേകരുണ്ട്, അനേകർ വിട്ടുപോയി, അനേക പ്രാസംഗികർ ഇപ്പോഴുണ്ട്, അനേകം വിട്ടുപോയി. എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും JCNDSD എന്നുള്ള ഗ്രൂപ്പ് യേശുക്രിസ്തു അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ച സുവിശേഷം ലോകത്തെങ്ങും പ്രചരിപ്പിക്കുവാൻ ഉത്തരവാദിത്വം കൊടുത്ത പോലെ ചെറിയ ഒരു ഗ്രൂപ്പായിരിക്കുന്ന ഞങ്ങളിൽ കൂടെ ലോകം മുഴുവൻ ഇപ്പോൾ സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്നു. അത് യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതും പ്രമാണിച്ചതും പാലിച്ചതും പ്രസംഗിച്ചതും എഴുതപ്പെട്ടതുമായിട്ടുള്ള വചനങ്ങളായിരിക്കുന്നു ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഞങ്ങൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില സഹോദരങ്ങൾ ആകുന്നു എന്ന് നിങ്ങൾ ഗ്രഹിച്ചാലും തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സ്നേഹവും എപ്പോഴും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ 2023 ഏറ്റവും അവസാന ദിവസത്തിലെ അവസാന പ്രസംഗം
എൻ്റെ കൊണ്ട് അവസാനിക്കുകയാണല്ലോ. ഇത്രയും നാളും ഈ ഗ്രൂപ്പിൽ ശ്രവിച്ച എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സൗരസ്വരന്മാർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുന്നു. തുടർന്നും ദൈവം അടുത്ത വർഷം 2024 പുതിയ വർഷം തരുമ്പോൾ തീർച്ചയായും നിങ്ങൾ വചനം കേട്ട് സത്യത്തിൽ വരണം. അനേകരെ ഈ ഗ്രൂപ്പിൽ ചേർത്ത് അവർക്കും സുവിശേഷം കേൾക്കുവാൻ ഉള്ള ഒരവസരം നിങ്ങൾ മുഖാന്തരമായി അവർക്കുണ്ടാക്കി കൊടുക്കണം. അതുകൊണ്ട് തീർച്ചയായും ഇവിടെ കേൾക്കുന്ന മെസ്സേജുകൾ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് നിങ്ങൾ ഗ്രൂപ്പിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ ഗ്രൂപ്പിൻ്റെ ഒരു അംഗമായി സുവിശേഷ വേലയിൽ നിങ്ങൾക്കും ഭാഗമായി തീരാം എന്ന് വളരെ വളരെ സ്നേഹത്തോടും വിനയത്തോടും കൂടെ അറിയിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ രാത്രിയിൽ ഒരു ചെറിയ മെസ്സേജ് തരുവാൻ താല്പര്യപ്പെടുന്നു. അതിനാധാരമായി ആവർത്തന പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിക്കണമേ, കേൾക്കണമേ. നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇത് മോശ എഴുതിയ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടിയുള്ള ആ ദൂതിൽ അവരോട് പറയുകയാണ്. ആ ഇസ്രായേൽ ജനം പാർക്കുന്ന ദേശത്തെക്കുറിച്ച് പറഞ്ഞിട്ട് പറയുകയാണ്, നിന്റെ ദൈവമായ യഹോവ പരിപാലിക്കുന്നതുമായ ദേശമാകുന്നു. അപ്പോൾ കനാൻ എന്ന ദേശം ദൈവം അബ്രഹാമിനോട് കൊടുത്ത വാഗ്ദത്തപ്രകാരം അവൻ്റെ സന്തതികൾക്ക് കൊടുത്തു. അവിടെ അത് യഹോവ പരിപാലിക്കുന്ന ദേശമാകുന്നു. മാത്രമല്ല, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നിന്റെ ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേൽ ഇരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ദൃഷ്ടി ദൈവത്തിൻ്റെ ജനത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ ദേശത്തിന്മേലും ഇരിക്കുന്നു എന്ന് വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമുക്ക് പറയാൻ സാധിക്കും, ഈ 2023 ആരംഭം മുതൽ ഈ അവസാനം വരെയും നമ്മളെ പരിപാലിച്ച ആ യഹോവയായ ദൈവം തന്നെ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവായി അവൻ്റെ ദൃഷ്ടി നമ്മുടെ മുകളിലിരിക്കുന്നു. നമ്മൾ പാർക്കുന്ന സ്ഥലങ്ങളിൽ ആയിരിക്കുന്ന ആപത്തുകളും അപകടങ്ങളിൽ നിന്നും, അതുപോലെ മഹാമാരിയിൽ നിന്നും, അതുപോലെ തന്നെ ബോംബാക്രമണങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും നമ്മളെ വിടുവിക്കുന്നത് ആരാകുന്നു? പഴയ നിയമത്തിൽ ഇസ്രായേലിനെ വിടുവിച്ച യഹോവയായ ദൈവം തന്നെയാണ് ഈ പുതിയ നിയമത്തിലും യേശു ക്രിസ്തുവായി നമ്മുടെ കൂടെ ഇരിക്കുന്നു, നമ്മുടെ മേൽ ദൃഷ്ടി വെച്ച് നമുക്ക് ആലോചന പറഞ്ഞു തരുന്നത് എന്ന് മനസ്സിലാക്കുക. ഇസ്രായേൽ ജനത്തെ ഹല്ലേലൂയ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചപ്പോൾ രക്ത അടയാളത്തോടു കൂടി ആ രക്ത അടയാളം ഒരു ആടിനെ കൊന്ന് അതിൻ്റെ രക്തം കട്ടിളക്കണമേലും കുറുമ്പടിമേലും തേച്ചപ്പോൾ അടയാളം കണ്ട സംഹാരദൂതൻ രക്ത അടയാളമുള്ള ഭവനങ്ങളിലെ ആരെയും നശിപ്പിക്കാതെ ഫറവോൻ്റെ എല്ലാ രാജ്യത്തിലെ കൊട്ടാരം മുതൽ കുടിൽ വരെയുള്ള എല്ലാ കടിഞ്ഞൂലുകളെയും മൃഗങ്ങളെയും എല്ലാം സംഹരിച്ചു കളഞ്ഞവനായ ആ യഹോവയായ ദൈവം, പ്രൈസ് ദി ലോർഡ്, ഇസ്രായേൽ മക്കളുടെ കൂടാരങ്ങളിൽ രക്തം കണ്ടപ്പോൾ നശിപ്പിക്കുന്നവനായ അല്ലെങ്കിൽ കില്ലർ ഏഞ്ചൽ അത് യഹോവ തന്നെയായിരുന്നു എന്നും വചനത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ രക്ത അടയാളമുള്ള ഒരുവനെയും നാശപ്പെടുത്താതെ അവരെ രക്ഷിച്ചപ്പോൾ ആ രക്ത അടയാളം ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടു അവൻ്റെ രക്തമായിരുന്നുവെങ്കിൽ ഈ പുതിയ നിയമത്തിലും അതേ രക്തം ഹല്ലേലൂയ ആ കുഞ്ഞാട് ഹല്ലേലൂയ നമ്മുടെ ലോകസ്ഥാപനത്തിന് മുമ്പ് അറുക്കപ്പെട്ട യേശു ക്രിസ്തു എന്ന കുഞ്ഞാടാകുന്നു. ആ കുഞ്ഞാടിൻ്റെ രക്തം മുഖാന്തരമായിട്ട് അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിലെ ഇസ്രായേൽ ജനം രക്ത അടയാളത്താൽ മിസ്രയീമിൽ നിന്ന്
രക്ഷപ്പെട്ട് ഫറവോൻ്റെ അടിമത്തത്തിൽ നിന്ന് പുറപ്പെട്ട് കനാനിൽ വന്നപ്പോൾ ദൈവം പറഞ്ഞ ഒരു വിഷയമാണ്, യഹോവയുടെ ദൃഷ്ടി അവരുടെ മേലുണ്ട്, യഹോവ അവരെ പരിപാലിക്കുന്നത് ദേശമാകുന്നു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ അവൻ്റെ ദൃഷ്ടി, ദൈവമായ യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അതിന്മേലിരിക്കുന്നു. ദൈവത്തിൻ്റെ ദൃഷ്ടി എപ്പോഴും ദൈവത്തിൻ്റെ ജനത്തിന്മേലും ദൈവത്തിൻ്റെ രാജ്യത്തിന്മേലും ദൈവത്തെ അനുസരിക്കുന്നതിന് മേലും ഇരിക്കുമ്പോൾ അതേ ദൃഷ്ടി പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിൻ്റെ ഹല്ലേലൂയ ക്രൂശിലെ മരണം മുഖാന്തരമായി ചൊരിഞ്ഞ രക്ത അടയാളം ആരുടെ മേലുണ്ടോ അങ്ങനെയുള്ളവരുടെ മേൽ ശത്രുവിന് ഒരധികാരവും എടുക്കുവാൻ സാധ്യമല്ല. എന്തുകൊണ്ടെന്നാൽ സ്നാനത്തിൽ കൂടെ യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. സ്നാനത്തിൽ കൂടെ അവനെ ധരിച്ചു. അവനെ ധരിക്കുമ്പോൾ അത് രക്തടയാളം നമ്മൾ ഏൽക്കുന്നു. ആ രക്തടയാളം പിശാച് കണ്ടു കഴിയുമ്പോൾ അവന് നിൽക്കാൻ വകയാതെ അവൻ ഓടിപ്പോകുന്നു. എന്തുകൊണ്ടെന്നാൽ യേശുക്രിസ്തുവിൻ്റെ രക്തം സകല പാപവും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കുന്നു. ആ ശുദ്ധീകരണവും ആ പാപമോചനവും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്ഥാനത്തിലാകുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഈ സുവിശേഷമാണ് നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി കഴിഞ്ഞ ഒരു വർഷക്കാലവും ഞങ്ങൾ സംസാരിച്ചത്. ഇനിയും അതേ മെസ്സേജ് തന്നെയാണ് ഞങ്ങൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടു, ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മുടെ കലണ്ടർ പോലെയല്ല യഹൂദന്മാരുടെ കലണ്ടർ. നമ്മുടെ കലണ്ടറുമായിട്ട് നമ്മുടെ ലൂണാറാണ്, അവിടെ സോളാർ ആയതുകൊണ്ട് 5000 വർഷങ്ങൾക്ക് ഡിഫറൻസ് ഉണ്ട് നമ്മുടെ വർഷവുമായിട്ട്. എന്തുകൊണ്ടെന്നാൽ പെസഹ ദിവസം മിസ്രൈമിൽ നിന്ന് പുറപ്പെടുന്ന സമയത്ത് ആ വർഷവും അവിടുത്തെ മാസത്തെക്കുറിച്ച് അന്നത്തുള്ള ഇസ്രായേൽ ജനം ആചരിച്ചതുപോലെ അവരുടെ പരമ്പരാഗതമായിരിക്കുന്ന ഇസ്രായേൽ ജനങ്ങൾ ഇപ്പോഴും ആ പെസഹ ആചരിക്കുന്നു ആ മാസത്തിൽ. അപ്പോൾ തീർച്ചയായിട്ടും ലോകപരമായിട്ടുള്ള ബിബ്ലിക്കലായിട്ടുള്ള കലണ്ടർ ശരിയായിരിക്കുന്നത് യഹൂദന്മാരുടെയാണ്. പ്ലസ് മൈനസ് ഡിഫറൻസ് കാണുമായിരിക്കും. എന്നാൽ ഈ ലോകത്തിലെ മാത്തമാറ്റിക്കൽ അക്യുറസിയോട് അടുത്തിരിക്കുന്നത് യഹൂദന്മാരുടെ കലണ്ടറാണ്. അതിൽ അവരുടെ വർഷം 5000-മേലാകുന്നു. നമ്മുടെ 2023 ആകുമ്പോൾ അവരുടെ വർഷം 5000-ൽ കൂടുതലായിരിക്കുന്നു എന്നുള്ള ഒരു വിവരണം എനിക്ക് ലഭിച്ചിട്ടുണ്ട് പല സോഴ്സുകളിൽ കൂടെ. അതല്ല എൻ്റെ വിഷയം. എന്തുകൊണ്ട് ഞാൻ പറയാൻ കാര്യം, യഹോവ അവർക്ക് മാസങ്ങളും ആണ്ടുകളും ആദരിക്കുവാനും അവരെ സെലിബ്രേറ്റ് ചെയ്യാനും അവർക്ക് കൊടുത്തിരുന്നു. എന്നാൽ ഈ പുതിയ നൂറ്റാണ്ടിൽ ഈ പുതിയ നിയമവ്യവസ്ഥയിൽ വരുമ്പോൾ യാഗങ്ങളും നിർത്തി യേശുക്രിസ്തുവിൻ്റെ പരമയാഗത്താൽ ആദാം മുതലുള്ള എല്ലാ മാനവരാശിയുടെയും പാപത്തെ പേറിക്കൊണ്ട് ഗോൽഗോഥായിൽ ഏകനായി ആ വലിയ കുരിശ് ചുമന്നുകൊണ്ട് കരേറി ഇരുകള്ളന്മാരുടെ മുമ്പിൽ ഒരു കുറ്റവാളിയെപ്പോലെ, ഒരു കുലപാതകനെ ഈ ലോകത്തിന് മുമ്പിൽ അവനെ ക്രൂശിച്ചു. 3 ആണികളാൽ ക്രൂശിക്കപ്പെട്ടു. തലയിൽ മുൾമുടി ചൂടി, അവൻ്റെ വസ്ത്രം ഉരിഞ്ഞെടുത്തു, അവൻ്റെ വിലാപ്പുറത്ത് അവർ കുന്തം കൊണ്ട് കുത്തി. ലാസ്റ്റ് അവസാനത്തുള്ളി രക്തവും വെള്ളവും നമുക്ക് വേണ്ടി യാഗമായി തീർന്ന ആ യേശു ക്രിസ്തുവിനെ നിങ്ങൾ ഇതുവരെയും അംഗീകരിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജന്മം പാഴായി പോയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടെന്നാൽ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ജീവിക്കുന്ന ദൈവത്തെ അറിയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മഹത്വവും ഏറ്റവും വലിയ പദവിയും. മാത്രമല്ല, നമ്മളുടെ ഈ ലോകത്തിൽ നമ്മുടെ ശരീരത്തിൽ ജീവൻ പോകുമ്പോൾ നമ്മൾ യുഗായുഗമായി നിത്യമായി നമ്മൾ ജീവിക്കുവാൻ പോകുന്നവരാണ്. അതാണ് ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്, മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മളിൽ വസിക്കുന്നു. അത് പരിശുദ്ധാത്മാവായിരിക്കുന്നു. ആ യേശു ക്രിസ്തു ലോകത്തിലായിരുന്നപ്പോൾ പറഞ്ഞു, ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. ചെറിയ കൂട്ടമേ, നിങ്ങൾ ഭയപ്പെടേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അനേക
ആയിരങ്ങൾ പെന്തക്കോസ്തുകാർ, നാമധേയ ക്രിസ്ത്യാനികൾ മെജോറിറ്റിയെ നോക്കി മെജോറിറ്റിയിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നു. ഈ മെജോറിറ്റി കൊണ്ട് അവസാനിക്കുന്നത് നാശത്തിലേക്കായിരിക്കും. ഈ മെജോറിറ്റി ആയിരിക്കുന്ന ഈ തൃത്വസഭകൾ നരകത്തിൻ്റെ കവാടങ്ങളായിരിക്കുന്നു എന്ന് വളരെ വ്യക്തമായി ബൈബിളിൽ യേശുക്രിസ്തു പറഞ്ഞു, നാശത്തിലേക്ക് പോകുന്നതിനുള്ള വഴി വീതിയും വിശാലവുമാകുന്നു. അതുകൊണ്ടാണല്ലോ കത്തോലിക്ക മുതൽ ട്രിനിറ്റേറിയൻ, പെന്തക്കോസ്ത് വരെയുള്ള സഭകളിൽ അനേകർ പോകുന്നു. അവിടുത്തെ മെമ്പർഷിപ്പ് അനേകമാകുന്നു. എന്നാൽ ജീവങ്കിലേക്ക് പോകുന്ന വഴി ഞെടുക്കവും ഇടുക്കവുമുള്ളതാണ്. അതാണ് അപ്പോസ്തലന്മാർ തിരഞ്ഞെടുക്കുകയും അവർ യേശുക്രിസ്തുവിന് വേണ്ടി രക്തസാക്ഷികളായി ലോകത്തു നിന്ന് മാറ്റപ്പെടുകയും ചെയ്തത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും ശിഷ്യന്മാരെയാണ് ബൈബിളിൽ ക്രിസ്ത്യാനികളെന്ന് അന്ത്യോക്യയിൽ വെച്ച് അവർക്ക് പേരുകൾ ലഭിച്ചത്. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനെ പിന്തുടരുന്ന ക്രിസ്ത്യാനികൾക്ക് അവർക്ക് അവർക്ക് ഒരു പരിഹാസമോ നിന്ദയായിട്ട് ഈ ലോകത്തിൽ ആയിരുന്നാലും ഒടുവിൽ ഒരു അനന്ത സന്തോഷം ഉണ്ടാകും എന്നുകൂടെ ഞാൻ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കത്തോലിക്ക എപ്പിസ്കോപ്പൽ ചർച്ചസുകളെ വിട്ടാൽ, പെന്തക്കോസ്ത് സഭകളെ വിട്ടാൽ അനേക കാര്യങ്ങൾ മെജോറിറ്റി എല്ലാവരും പറയും. മെജോറിറ്റി IPCയിലാണല്ലോ, AG-യിലാണല്ലോ, ഷാരോണിലാണല്ലോ, TPM-ലാണല്ലോ എന്ന് ചിലപ്പോൾ നിങ്ങൾ പറയും. അത് മെജോറിറ്റി ഇങ്ങനെയാണല്ലോ ചെയ്യുന്നത്, മെജോറിറ്റി ഇങ്ങനെയാണല്ലോ ഉപദേശം പറയുന്നതെന്ന് പറയും. മെജോറിറ്റിയുമായി നിങ്ങൾ കമ്പയർ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾ നാശത്തിലേക്ക് പോകും എന്നുള്ളത് 2023 ഈ അവസാന ദിവസം ഈ സന്ധ്യാസമയത്ത് നിങ്ങളെ ഓർപ്പിക്കുന്നു. അതുകൊണ്ട് മെജോറിറ്റിയെ നോക്കി കണ്ണ് മഞ്ഞളിക്കാതെ ഒരു മൈനോറിറ്റിയെ നോക്കുക. സത്യത്തിന് വേണ്ടി ജീവിച്ച ഒരു നീതിമാനായി കണ്ട നോഹയെ ദൈവം ആ കുടുംബത്തെ മുഴുവൻ രക്ഷിച്ചു. അതുപോലെ ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ 3 പേര് മൈനോറിറ്റി ആയപ്പോൾ നെബൂഖദ്നേസറിന്റെ ബാബിലോൺ സാമ്രാജ്യത്തിലുള്ളവർ മുഴുവനും ഒരു ബിംബത്തെ ആരാധിച്ചപ്പോൾ 3 മൈനോറിറ്റി ആയിരിക്കുന്ന ബാലന്മാർ ജീവനുള്ള ദൈവത്തിന് വേണ്ടി നേരെ നിന്നു. 480 പ്രവാചകന്മാർ ബാലെന്ന വിഗ്രഹത്തെ സേവിച്ചപ്പോൾ ഏലിയാവ് എന്ന് പറയുന്ന ഒരുവൻ സ്വർഗത്തിൽ നിന്ന് തീയിറക്കി ജീവനുള്ള ദൈവത്തെ വെളിപ്പെടുത്തി. അങ്ങനെ ബൈബിളിൽ ദൈവത്തോടു കൂടെ നിന്ന, ദൈവത്തെ ആരാധിച്ച എപ്പോഴും ഒരു മൈനോറിറ്റി ആയിരുന്നു. ഹല്ലേലൂയ! ഇസ്രായേൽ ജനം ഒരു മൈനോറിറ്റി ആയിരുന്നു. അതുകൊണ്ടാണ് ഇസ്രായേലിനെ നോക്കി പറയുന്നത്, ഇതാ തനിച്ചു പാർക്കുന്ന ജനം, ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും യേശുക്രിസ്തുവിനെ സേവിക്കുകയും മാനിക്കുകയും അവൻ്റെ കൽപ്പനകൾ കേൾക്കുന്ന അപ്പോസ്തലന്മാരിൽ കൂടെയുള്ള ഉപദേശങ്ങൾ കേൾക്കുന്നവർ എപ്പോഴും ഈ ലോകത്തിൽ മൈനോറിറ്റി ആയിരിക്കും. എന്നാൽ ദൈവം ആദരിക്കുകയും യഹോവയുടെ ദൃഷ്ടി എപ്പോഴും അവിടെ മേലിരുന്ന് അവരെ പരിപാലിക്കുന്ന ഒരു ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ഒരു വാക്യം കൂടെ ഞാൻ വായിക്കുന്നു. ഇനിയും ഈ 23 കഴിയുമ്പോൾ 24 നമുക്ക് ചെയ്യേണ്ടത്, എന്താകുന്നു നമ്മുടെ ആവശ്യം? അത് ഹബക്കുക്ക് ഇങ്ങനെ പ്രവചിച്ചു പറഞ്ഞു. ഹല്ലേലൂയ! യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ഹല്ലേലൂയ! ഹബക്കുക്കിൻ്റെ 3-2 2 വാക്യമാണ് ഞാൻ വായിച്ചത്. അത് വിഭ്രമരാഗത്തിൽ ഹബക്കുക്ക് പ്രവാചകൻ്റെ ഒരു പ്രാർത്ഥനാഗീതമാണ്. ഹബക്കുക്ക് പ്രാർത്ഥിക്കുകയാണ്, പേടിച്ചു വിറച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. യഹോവേ, ഞാൻ നിൻ്റെ കേൾവി കേട്ടു ഭയപ്പെട്ടുപോയി. പ്രൈസ് ദി ലോർഡ്. യഹോവയുടെ നാമം ഇസ്രായേൽ ജനം കേൾക്കുമ്പോൾ ഭയപ്പെടുമായിരുന്നു, ജാതികൾ കേട്ടു വിറയ്ക്കുമായിരുന്നു. എന്നാൽ ഈ കൃപായുഗത്തിൽ വന്നപ്പോൾ അവൻ്റെ രക്ഷ, ഹല്ലേലൂയ, സൗജന്യമായി ലഭിച്ചപ്പോൾ
ആർക്കും ദൈവത്തെ ഭയമില്ല, പേടിയില്ല, കൽപ്പനകൾ അനുസരിക്കൽ താല്പര്യമില്ല. എല്ലാവരും സ്വർഗത്തിലോട്ട് പോയാൽ നരകത്തിലേക്കും കുറച്ച് ആളുകൾ വേണ്ടേ, ഞാൻ നരകത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വിഡ്ഢികളായി പോഷന്മാരായി അനേകർ സ്വന്തം നാശം തിരഞ്ഞെടുക്കുന്ന ഒരു സമയം ആയിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവം ഒരുവന് തിരഞ്ഞെടുക്കുവാൻ നല്ലതും തീയതും അവൻ്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ദൈവം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് JCNDSDയിലുള്ള എല്ലാ പ്രവർത്തകരോടും എനിക്ക് പറയാനുള്ളത് ഇതാണ്: യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തിയെ ജീവിപ്പിക്കണമേ, ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ഈ 2024 ദൈവം ഞങ്ങൾക്ക് തരുമ്പോൾ JCNDSDയിലുള്ള എല്ലാ ശുശ്രൂഷകരും പിന്നെയും നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മെസ്സേജുകൾ പറഞ്ഞുകൊണ്ടിരിക്കും. ആണ്ടുകൾ കഴിയും മുമ്പേ നിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ വേണ്ടി എന്താണ് നിൻ്റെ പ്രവൃത്തി? ഈ പുതിയ നിയമകാലത്ത്, ഈ രക്ഷയുടെ സമയത്ത്, ഈ കൃപായുഗത്തിൽ എല്ലാവരും ആരും നശിക്കാതെ എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് നമ്മുടെ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് 12 ശിഷ്യന്മാരെ ഈ ലോകത്തിലുള്ള ദരിദ്രരായിരിക്കുന്ന വിദ്യാഭ്യാസമില്ലാത്ത മുക്കോന്മാരെ തിരഞ്ഞെടുത്ത് അഭിഷേകപ്പെടുത്തി അവരെ ധൈര്യപ്പെടുത്തി, അവർക്ക് ജീവൻ കൊടുത്ത്, അവർക്ക് ബലം കൊടുത്ത്, അവർക്ക് ആത്മാഭിഷേകം കൊടുത്ത്, അവരെ ആത്മാവിനാൽ നയിക്കപ്പെട്ടവരായി ലോകത്തെങ്ങും പോയി സുവിശേഷം അറിയിച്ചു. ആ സുവിശേഷത്താലാണ് ഇനിയും യേശുക്രിസ്തു ന്യായം വിധിക്കുവാൻ പോകുന്നത്. ഹല്ലേലൂയ. ഒരിക്കൽ അവൻ മുൾമുടിയേറ്റു ഈ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഇനിയും അവൻ വരാൻ പോകുന്നത്, ഹല്ലേലൂയ, അവൻ സ്വർണ്ണ കിരീടം ധരിച്ചുകൊണ്ടാണ്. ഇനി ഇരുമ്പുകോലുകൊണ്ട് ലോകത്തെ ഭരിക്കുവാൻ വേണ്ടിയാണ് ഇനി അവൻ വരാൻ പോകുന്നത്. ഇനി അവന് കരുണയുണ്ടായിരിക്കയില്ല, ഇനി അവന് ദൈവം ഉണ്ടായിരിക്കയില്ല എന്നുകൂടെ അറിയിക്കട്ടെ. ഹല്ലേലൂയ. 33 വർഷക്കാലം ലോകത്തിലായിരുന്നപ്പോൾ ആ വലിയ ജനതയോട് പുരുഷാർത്ഥം കണ്ടപ്പോൾ അവന് മനസ്സലിഞ്ഞു. രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, കുരുടന്മാർക്ക് കാഴ്ച കൊടുത്തു, ചെകിടർക്ക് കേൾവി കൊടുത്തു, പിന്നെ അതുപോലെ മുടന്തന്മാരെ നടത്തുമാറാക്കി, മരിച്ചവരെ ഉയർപ്പിച്ചു, ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്തു. ഹല്ലേലൂയ. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചവനെ ഈ ലോകക്കാര്, ഹല്ലേലൂയ, മുൾക്കിരീടം ഭരിപ്പിച്ച് അവനെ കള്ളനെ പോലെ ഗോൽഗോഥായിൽ ക്രൂശിക്കപ്പെട്ടെങ്കിൽ അവൻ മരണത്തെ ജയിച്ച്, ഹല്ലേലൂയ, അരമത്യ ജോസഫിൻ്റെ കല്ലറകളെ പൊട്ടിച്ചുകൊണ്ട് 3-ാം ദിവസം, ഹല്ലേലൂയ, അവൻ്റെ പൈശാചിൻ്റെ തലയെ തകർത്തുകൊണ്ട്, ഹല്ലേലൂയ, പാതാളത്തിൻ്റെയും മരണത്തിൻ്റെയും താക്കോലുകൾ കൈവശമാക്കി എന്നും ജീവിക്കുന്നതിനായി തീർന്ന ആ യേശു ക്രിസ്തു എന്ന രക്ഷകനെ നിങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞോ? നിങ്ങൾ ഇതുവരെ അംഗീകരിച്ചോ? ഈ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം അല്ലെങ്കിൽ ഈ കൃപായുഗത്തിൽ നമ്മൾ അനുസരിക്കേണ്ട സുവിശേഷം അപ്പോസ്തലന്മാർ പ്രസ്താവിച്ചതും പ്രസംഗിച്ചതും പ്രമാണിച്ചതും എഴുതപ്പെട്ടതും കാണിച്ചതുമായ ഉപദേശമാകുന്നു. ആ പുതിയ നിയമത്തിൻ്റെ ഉപദേശം തുടങ്ങിയത് യെരുശലേമിൽ ആയിരിക്കുന്നു. ലൂക്കോസ് സുവിശേഷത്തിൽ അതേപ്പറ്റി ഇങ്ങനെ പറഞ്ഞു: മാനസാന്തരവും പാപമോചനവും അവൻ്റെ നാമത്തിൽ യെരുശലേമിൽ തുടങ്ങണം. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവ് ലഭിച്ച അപ്പോസ്തലന്മാർ യെരുശലേമിൽ പെന്തക്കോസ്ത് ദിവസം വിളിച്ചു പറഞ്ഞു. അവിടെ കൂടുവാൻ വന്ന പെന്തക്കോസ്ത് പെരുന്നാളിൽ കൂടാൻ വന്ന ജനത്തോട് വിളിച്ചു പറഞ്ഞു. അവരോട് പ്രസംഗിച്ചപ്പോൾ അവിടെ ഹൃദയത്തിൽ കുത്തുകൊണ്ട് അവർ അപ്പോസ്തലന്മാരോട് ചോദിച്ചു, ഞങ്ങൾ എന്ത് ചെയ്യണം രക്ഷ പ്രാപിക്കുവാൻ? അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, നിങ്ങൾ മാനസാന്തരപ്പെട്ടു നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവ് എന്ന ദാനം ലഭിക്കും. അങ്ങനെയെങ്കിൽ എന്നെ കേൾക്കുന്ന മാന്യ ശ്രോതാക്കളെ, നാമധേയ ക്രിസ്ത്യാനികളെ, പെന്തക്കോസ്തുകാരെ, നിങ്ങളുടെ സ്നാനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആയിരിക്കുന്നുവെങ്കിൽ ആണല്ലോ. ഈ പറയുന്ന മെയിൻ ലൈൻ ചർച്ചസ് ആയിരിക്കുന്ന IPC, ഷാരോൺ, ചർച്ച് ഓഫ് ഗോഡ്, അസംബ്ലീസ് ഓഫ് ഗോഡ്, TPM, അതുപോലെ പല പല ചർച്ചസുകൾ കാണുന്നുണ്ട്. അവരെല്ലാം കൊടുക്കുന്ന സ്നാനമാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. ഒരു കാര്യം ബൈബിൾ വ്യവസ്ഥയിൽ വിളിച്ചു പറയട്ടെ: ഈ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും ടൈറ്റിലുള്ള സ്നാനം
ഒരിക്കലും നിങ്ങളുടെ പാപത്തെ കഴുകിക്കളയുന്നില്ല. നിങ്ങൾക്ക് പാപമൊന്നും ലഭിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ രക്ഷ പ്രാപിപ്പാൻ ഒരു നാമം മാത്രമേ ഉള്ളൂ, അത് യേശു ക്രിസ്തു എന്ന നാമമാകുന്നു എന്ന് പത്രോസ് വളരെ ധീരതയോടുകൂടി വിളിച്ചു പറഞ്ഞു. ഹല്ലേലൂയ. ഭീരുവായിരുന്ന പത്രോസിൻ്റെ മേൽ 1-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, പെന്തക്കോസ്ത് ദിവസം പരിശുദ്ധാത്മാവ് വന്നപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, neither is the salvation in any other, for there is none other name under heaven given among men whereby we must be saved. അതുകൊണ്ട് മറ്റൊരുത്തരും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ നൽകപ്പെട്ട വേറെ ഒരു നാമവുമില്ല. തീർച്ചയായിട്ടും എൻ്റെ മാന്യ ശ്രോതാക്കളെ, സൗരസന്മാരെ, നിങ്ങളുടെ രക്ഷ നഷ്ടപ്പെടുത്തരുതേ. നിങ്ങൾ ഓരോ ദിവസവും പലപ്പോഴായി കേൾക്കുന്ന ഈ മെസ്സേജ് നിങ്ങൾ ലൈറ്റായിട്ട് എടുക്കരുത്. നിങ്ങളുടെ രക്ഷയുടെ ദിവസം ഇന്നാകുന്നു എന്ന് വിചാരിച്ച് എത്രയും വേഗം പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി നിങ്ങൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനമേൽക്കുവാൻ തയ്യാറാകണം. അങ്ങനെ ഏൽക്കുമ്പോഴാണ് നിങ്ങളെ ദൈവത്തിന് സഭയോട് ചേർക്കുന്നതെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഉപദേശം കേട്ട് നിങ്ങളെ തന്നെ രക്ഷയിലേക്ക് വരുവാൻ തന്നെ ആഹ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഒരു പാട്ടുകാരൻ പറയുന്ന പോലെ, ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം എന്നെ നടത്തി, ഒന്നുമില്ലായ്കയിൽ നിന്നെന്നെ ഉയർത്തി, ഇത്രത്തോളം യഹോവ സഹായിച്ചു. 2023 ജനുവരി 1 മുതൽ ഈ 2023 ഡിസംബർ 31 ദിവസം വരെയും നമ്മെ കാത്തൊരു വരച്ച ആ ദൈവത്തെ നമുക്ക് ഓർക്കാം, ആ ദൈവത്തെ സ്തുതിക്കാം, ആ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഈ സമയം വരെയും ആരെങ്കിലും ഈ യേശുക്രിസ്തു എന്ന ദൈവത്തെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചില്ല എങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സമയമാകുന്നു. മാനസാന്തരപ്പെടുക. 1-ാം നൂറ്റാണ്ടിൽ 3000 പേര് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനു വേണ്ടി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനപ്പെട്ട് അപ്പോസ്തലന്മാരുടെ ഉപദേശം സ്വീകരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ച് വന്ന ജനത്തെ ദൈവത്തിന് സഭയോട് ചേർത്തെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെ ദൈവം ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ട് മാന്യ ശ്രോതാക്കളെ, സൗരസന്മാരെ, രക്ഷയിലേക്ക് വരുക. ഈ രക്ഷ നിങ്ങൾക്ക് സൗജന്യമായി കാൽവരി ക്രൂശിൽ നമുക്ക് വേണ്ടി ഒഴിച്ച രക്തത്തിൻ്റെ ഫലമാണ്. നിങ്ങൾ ഒരു പൈസയും കൊടുത്തില്ല, ഒരു സ്വർണമോ ഒരു വെള്ളിയോ ഒരു മാലയോ ഒരു ആരാധനയോ ഈ ലോകത്തിലുള്ള ഒന്നും നിങ്ങൾ ചെയ്തില്ല. മറ്റുള്ള രക്ഷയ്ക്ക് വേണ്ടി ഈ ലോകത്തിലുള്ള പല മതങ്ങൾ പല റിച്വൽസ് അവരോട് പറയുമ്പോൾ ഈ ബിബ്ലിക്കൽ സാൽവേഷൻ, ഈ ബൈബിൾ കൂടെ നമുക്ക് ലഭിക്കുന്ന രക്ഷ വെറും സൗജന്യം. ഒരു പൈസ മുടക്കില്ലാതെ നമുക്ക് കിട്ടുന്ന ഈ സൗജന്യത്തെ നിങ്ങൾ നിരാകരിക്കരുതേ, ചവിട്ടിക്കളയല്ലേ, പുറകോട്ട് തട്ടിക്കളയരുതേ. ഒരു പ്രാവശ്യം കൂടെ വളരെ വേദനയോടുകൂടെ നിങ്ങളെ അറിയിക്കുന്നു. മാന്യ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, സൗരസന്മാരെ, ഇനിയും ദൈവം അനുവദിച്ചാൽ ഒരു മെസ്സേജ് ഇനിയും അടുത്ത വർഷമേ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത്രയും സമയം ഈ മെസ്സേജ് കേട്ട എല്ലാവരെയും, ഈ ഗ്രൂപ്പിനെ പ്രോത്സാഹിപ്പിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ മെസ്സേജുകൾ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്തവരെല്ലാം ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനിയും ഈ സുവിശേഷം മറ്റുള്ളവരെ അറിയിക്കുകയും ഫോർവേഡ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് ഈ സുവിശേഷം അനേകർ കേട്ട് അവിടെ രക്ഷയ്ക്ക് ഉതകുന്നതായി തീരുവാൻ തക്കവണ്ണം നിങ്ങളെയും ദൈവം സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ വരവ് താമസമെങ്കിൽ ഇനിയും അടുത്ത വർഷം മാത്രമേ ഒരു മെസ്സേജ് JCNDSD കൂടെ നിങ്ങൾ കേൾക്കുകയുള്ളൂ. അതുവരെയും ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും നിങ്ങളോടുകൂടി ഇരിക്കുമാറാകട്ടെ. ഐ ആം വിഷിംഗ് യു ഓൾ എ ഹാപ്പി, പ്രോസ്പെറസ് ആൻഡ് healthy New Year 2024. May God bless you all. Praise the Lord. Thank you, Jesus.